Hi friends, welcome to my channel. ഇന്ന് ഞാൻ മിക്സ്ഡ് സലാഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രൂട്ട്സും വെജും രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു സലാഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സലാഡ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ പൈനാപ്പിൾ തന്നെയാണ്. അപ്പോൾ ഈ പൈനാപ്പിളിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിനേക്കാളും കൂടുതലായി വേണ്ടതും പൈനാപ്പിൾ തന്നെയാണ്. അപ്പോൾ ഞാൻ സലാഡ് ഉണ്ടാക്കാനായിട്ട് 1.5 പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഒരു പൈനാപ്പിളും പകുതിയും, പിന്നെ 2 കക്കിരി, പിന്നെ 2 പച്ചമുളക്, 2 പോംഗ്രാനറ്റ് റുമാൻ പഴം, 2 ആപ്പിള്, പിന്നെ 1.5 ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സും ഗ്രീൻ ഗ്രേപ്സും. ഇപ്പം ഞാൻ ഫ്രൂട്ട്സും വേജെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. 2 ആപ്പിൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 റുമാമ്പഴം, അപ്പോൾ അതും ഈ ഒരു മിക്സിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു മിക്സ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു പരന്ന പാത്രത്തിലേക്ക്, എല്ലാം കൂടി കൊള്ളുന്നില്ല, അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കക്കിരി ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുക്കണം. ഈ ഒരു അളവിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുമ്പോഴേക്കൊന്ന് കാണുമ്പോഴേക്കൊന്നും നല്ലൊരു ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാകുമ്പോഴേക്കുന്ന ഉപ്പും പഞ്ചസാരയൊക്കെ നല്ല പാകത്തിന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം. 1.5 ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ അതും കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. പിന്നെ മല്ലിയില, അപ്പോൾ ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ ഒരു 5-6 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ, അത്ര തന്നെ മതിയാവും. പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇനി മുന്തിരി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വട്ടത്തിലായിട്ട് ഇങ്ങനെ തന്നെ അരിയണം. ചെറിയ കഷ്ണങ്ങളായി അരിയണ്ട മുന്തിരി. അപ്പോൾ നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്തേക്കണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.